കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി. കൌൺസിലർമാരുടെ സംഘം ഡൽഹിയിലെത്തി. തിരുവനന്തപുരം നഗരത്തിന്റെയും കേരളത്തിന്റെ ഒന്നാകെയുമുള്ള വികസനത്തിന് വേണ്ടിയുള്ള ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കാൻ പോകുന്നതെന്ന് തിരുവനന്തപുരം മേയർ വി രാജേഷ് 24-നോട് പറഞ്ഞു. നാളെയാണ് കേരളത്തിൽ നിന്നുള്ള സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അർജുൻ പീതാംബരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരത്തും അതുപോലെ കേരളത്തിൽ നിന്ന് ആകെയുള്ള 115 കൗൺസിലർമാരുടെ സംഘം ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രെയിനിൽ കേരള എക്സ്പ്രസിലാണ് അവരുടെ യാത്ര. നമുക്കൊപ്പം തിരുവനന്തപുരം മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാവരും ഉണ്ട്. ആദ്യം മേയറിലേക്ക് തന്നെ നമുക്ക് പോകാം. രാജേഷേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിലുള്ള യാത്ര? വളരെ ഒരു വേറിട്ട അനുഭവമായിരുന്നു. അതായത് 105 ജനപ്രതിനിധികൾ ഒക്കെ തന്നെ ഒരുമിച്ച് വരികയും മാത്രവുമല്ല കേരളത്തിൽ ഉണ്ടായ ഒരു ദേശീയതയുടെ മുന്നേറ്റം ഏതു തരത്തിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ബി.ജെ.പി. രാഷ്ട്രീയത്തെ ബാധിച്ചിരിക്കുന്നത്, എത്രത്തോളം ഗുണകരമാണ് അത് അനുഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരമായി. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വന്നവർ, മഞ്ചേശ്വരത്ത് നിന്ന് വന്നവരുണ്ട്, ഇപ്പോൾ കാട്ടാക്കട വിളപ്പിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, അപ്പോൾ കോർപ്പറേഷനിലെ കൗൺസിലർമാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ നല്ല രീതിയിലുള്ളൊരു അനുഭവങ്ങൾ പങ്കുവയ്ക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ കേരളത്തിലെ ബി.ജെ.പിയുടെ സംഘടനാ പ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ പാർലമെന്ററി രംഗത്തും ഒരു പുതിയ അധ്യായം തുറക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കിപ്പം തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ കൂടിയുണ്ട്, ആശാനാഥ്. ഇതിപ്പോൾ 2 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. അതിൽ നഗരകാര്യ വികസനം, തിരുവനന്തപുരത്തിൻ്റെ വികസനം, അതുപോലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലുള്ള പ്രചാരണത്തിൻ്റെ പദ്ധതികൾ, അതെല്ലാം തന്നെയുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ 2 ദിവസം, അടുത്ത 2 ദിവസം പ്രധാനമന്ത്രികൾ കൂടിക്കാഴ്ചയുണ്ട്, ഇതെല്ലാം എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇതെല്ലാം പാർട്ടി നേതൃത്വം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും നേരത്തെ മേയർ സൂചിപ്പിച്ച പോലെ ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. കാരണം ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കാണാൻ സാധിക്കുക. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒക്കെ തന്നെ, തിരുവനന്തപുരത്ത് നിന്നല്ല നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം തന്നെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കിട്ടുന്ന ഞങ്ങൾക്കൊരു അവസരമാണ് ഇതൊക്കെ തന്നെ. മേയർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണെങ്കിൽ ശരി, തുടർച്ചയായിട്ട് ചില ട്രോളുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ബ്ലൂ പ്രിൻ്റ്, അതുപോലെ തന്നെ വേഗറയിൽ, എയിംസ്, അതെല്ലാം വലിയ തർക്കങ്ങളാണ്, വിവാദങ്ങളാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണ്ടോ, അതല്ല ഈ നഗരവികസനവും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും തന്നെയാണോ ചർച്ച ചെയ്യാൻ പോകുന്നത്? അതായത് 2 സീറ്റുമായി ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായിരുന്നപ്പോഴേക്കും അടൽ ബിഹാരി വാജ്പേയിയെ ട്രോളിയിട്ടുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ട്രോളിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം ബി.ജെ.പി. കിട്ടുമെന്നപ്പോൾ ബി.ജെ.പി. പരിഹസിച്ചിട്ടുണ്ട്. ഇന്ന് പരിഹസിച്ച പാർട്ടികളുടെ അവസ്ഥ എന്താണ്? കേന്ദ്ര നഗര വികസന മന്ത്രി ഞങ്ങളോടൊപ്പം 3-4 മണിക്കൂർ ഒരുമിച്ച് ചെലവഴിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാരോടൊപ്പം. അപ്പോൾ അതിലെന്തൊക്കെയാണ് ചർച്ച വരാൻ പോകുന്നത്? തിരുവനന്തപുരം പോലുള്ളൊരു നഗരത്തിന് എന്തൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു തരാൻ സാധിക്കുന്നത്, കൗൺസിലർമാർക്ക് അതിൽ ഏതൊക്കെ തരത്തിലാണ് ഇടപെടാൻ സാധിക്കുന്നത് എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇത് തിരുവനന്തപുരം പട്ടണത്തിനുണ്ടാകാൻ പോകുന്ന ഗുണകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഇനി എന്തായാലും 4 കോച്ചുകളിലായിട്ടാണ് ഈ സംഘത്തിൻ്റെ യാത്ര. അവർ അടുത്ത 2 ദിവസം ഡൽഹിയിലുണ്ടാകും. ചർച്ചകൾ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ തിരുവനന്തപുരം അടക്കമുള്ള നഗരത്തിൻ്റെ വികസനം തന്നെയാണ് ഈ യാത്രയിലൂടെ, ഈ ചർച്ചകളിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൗൺസിലർമാർ എല്ലാവരും ഉണ്ട്. ഈ കോച്ചിൽ മാത്രമല്ല, മറ്റു കോച്ചുകളിലായിട്ടുമെല്ലാം 4 കോച്ചുകളിലായിട്ടാണ് 105 കൗൺസിലർമാർ ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം അർജുൻ പീതാംബരൻ, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.